ഈ മിനിഞ്ഞാന്ന് യഥാർത്ഥത്തിൽ ഈ മനോരമ പത്രത്തിൽ ഇത് വരുമ്പോൾ ഞാൻ എഴുതി കൊടുത്തത് അതേപോലെ അവർ പ്രസിദ്ധീകരിച്ചു. പക്ഷേ അവർ എങ്ങനെയായിരിക്കും അത് പ്രസൻറ്റ് ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. മുൻ ഭാഗത്ത്, അതായത് പത്രത്തിൻ്റെ മുൻഭാഗത്ത് തന്നെ അതിൻ്റെ ഒരു സ്ലൈസ് ഓഫ് അത് വരികയും ചെയ്തു. അപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ പിന്നീട് സംഭവിച്ചത് എനിക്ക് ഓർമ്മയേ ഇല്ല. കാരണം രാവിലെ ഒരു 5:30-6 മണി തൊട്ട് എൻ്റെ ഫോൺ അടിക്കുകയാണ്. അപ്പോൾ എനിക്കിത് ഇത്രയും ഒരു എന്താ പറയണ ഒരു ഭീകരമായ അവസ്ഥയാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനതൊന്നും ചിന്തിച്ചില്ല. കാരണം ഇങ്ങനെ എഴുതണം എന്ന് ആലോചിക്കുന്നത് തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ്. നേരത്തെ എഴുതിയിട്ടുള്ളത് പോലെ മുഖ്യമന്ത്രിക്ക് എഴുതുമ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് എഴുതുന്നത് ഞാനൊരു 10-20 ദിവസം കൊണ്ടാണ്. അതായത് അത്രയും അവിടെ വന്ന് ആ ഭാഗം എഴുതുന്നത്. കാരണം എനിക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്താൽ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു എക്സ്പ്രഷൻ കമ്മ്യൂണിക്കേറ്റ് ആവുമെന്നുള്ളത് എനിക്ക് ഒരു മോഡലില്ല. അപ്പോൾ ഞാൻ പല പ്രാവശ്യം വേണ്ടാന്ന് വെക്കുന്നു, പിന്നെയും എഴുതുന്നു, പിന്നെയും. അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുതാൻ തന്നെ തീരുമാനിച്ചത് നമുക്ക് ഈ വീഡിയോയുടെ മുന്നിൽ വന്ന് പറയാന്ന് പറയുന്നത് വലിയൊരു കഷ്ടപ്പാടാണ്. പിന്നെ എനിക്ക് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ സംഭവിച്ചത്, എനിക്ക് ഇങ്ങനെ വളരെ മനംപുരട്ടലുണ്ടാവുന്നു. ഞാൻ ഇന്നലെ രാവിലെ സ്റ്റുഡിയോയിൽ പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് മനസ്സിലായത് ദിസ് ഈസ് സംതിങ് ഐ ഹാവ് ടു റിയലി യുനോ ഞാൻ ലീഡ് ചെയ്യേണ്ട എന്തോ ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വേറെ എനിക്ക് റെഫർ ചെയ്യാനായിട്ടൊരു വേറൊരു സംഗതികളില്ല. ഇനിയിപ്പോൾ നമ്മൾ തീരുമാനം ഇപ്പം നമ്മൾ ഡയറക്ഷനിലൊക്കെ പറയും ഡയറക്ടറാണ് എല്ലാത്തിനും തീരുമാനം എടുക്കുന്നതെന്ന്. എന്ന് പറയുന്ന പോലെ ഇതൊരു തീരുമാനമെടുപ്പിൻ്റെ ഒരു സ്ഥലമായിട്ടാണ്. അതെ, ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പുറത്തേക്ക് വരേണ്ടി വന്നത്. ഇപ്പോൾ പറഞ്ഞു വന്നിട്ട് ഇനിയിപ്പോൾ ജീവിതം പഴയതുപോലെ ആവില്ല എന്നൊരു ഉറപ്പുണ്ട് എന്ന്. ആ പഴയതുപോലെ ആവില്ല എന്ന് പറയുമ്പോൾ ആശയ്ക്ക് അതിനുശേഷം ഈ സംഭവത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ആ അനുഭവം തന്നെ പഴയ ജീവിതത്തിൽ നിന്നുള്ളൊരു വിച്ഛേദമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? കാരണം ആളുകളുമായിട്ട് തുറന്നു പറഞ്ഞുകൊണ്ടും പൊതുസമൂഹമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടും ഒരു പുതിയ ഒരു വഴിയിലേക്ക് എത്തുമ്പോൾ ഒന്നും പറയാതിരിക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് തോന്നുന്നുണ്ടോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ അങ്ങനെ തുറന്നു പറഞ്ഞുകൊണ്ട് എല്ലാവരും മുന്നോട്ട് വരിക. ഇപ്പൊ കന്യാസ്ത്രീ മുന്നോട്ട് വന്നതും അതുപോലെ തന്നെ നടിയാക്രമണ കേസിലെ അതിജീവിത മുന്നോട്ട് വന്നതും ഒക്കെ ഒരു സംഭവം തന്നെയാണ്. അപ്പൊ അതുപോലുള്ള അതിജീവിതമാർ മുന്നോട്ട് വരുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അത് എന്തൊരു ഗുണമാണ് ഉണ്ടാകുന്നത്? നിശബ്ദയാകേണ്ട എന്ന സ്വയം തീരുമാനത്തെ ഒന്ന് അത് ശരിവെക്കുന്നുണ്ട്. പക്ഷെ അതിൽ കൂടാതെ അതിജീവിതമാർക്ക് അതുവഴി എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് ഈ പുറത്തു വന്ന് സംസാരിക്കുന്നതിലൂടെ? എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഇപ്പം എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ചും പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ, അതിൽ എൻ്റെ സ്റ്റുഡൻസൊക്കെ ഉൾപ്പെടും, അവർക്ക് എന്നോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവർക്ക് സോറി പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അവരെന്തിനു സോറി പറയണം എന്നൊരു ചോദ്യമുണ്ട്. അവർ ചെയ്ത കാര്യമല്ല, പക്ഷെ അവർക്ക് എന്തോ ഒരു തോന്നലുണ്ട്, ഇത് ശരിയല്ല നടന്നത്, നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമല്ലേ, അപ്പം നമ്മൾ ഇവരോട് ഒരു കരുണ കാണിക്കണ്ടേ, ഒരു സോറി പറയണ്ടേ, മിസ്സേ ഞാൻ ഇതിൽ ഖേദിക്കുന്നു എന്ന് പറഞ്ഞ കുറേ പുരുഷന്മാരുണ്ട്. അപ്പം എനിക്ക് മനസ്സിലായത് നമ്മളുടെ സമൂഹത്തിൽ പൂർത്തീകരിക്കാത്ത ചില കാര്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിജീവിതര് ഇന്നലെ എന്നോട് ആ സർവൈവർ പറഞ്ഞ പോലെ നമ്മളൊരു പ്രത്യേക ക്ലാനാണ് അതിജീവിതർ എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ നമ്മൾ ആരോട് ചോദിച്ചാൽ അത് ചിലപ്പോൾ പുരുഷന്മാരായാലും
നമുക്കൊന്നും ഈ പറയുന്ന ട്രോമ, സെക്ഷൽ ഹാരസ്മെൻറ്റ്, വയലൻസ്, ട്രോമ അനുഭവിക്കാത്ത ആൾക്കാർ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ പെർപെട്രേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ വിക്ടിംസും ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന രീതിയിലാണെങ്കിൽ ഈ അതിജീവിതർ എന്ന് പറയുന്നത് ഒരു സമൂഹം മുഴുവൻ അതിജീവിതരുടെ ഒരു കൂട്ടം തന്നെയാണ് യഥാർത്ഥത്തിൽ. പല ട്രോമകളും നമ്മൾ പുറത്ത് കൊണ്ടുവരുന്നില്ല, പല ട്രോമകളും അറിയാതെ പൊക്കോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് നേരത്തെ പ്രമോദ് യു റൈറ്റ്ലി പോയിന്റഡ് ഔട്ട് ദാറ്റ് യു ഫീൽ ബെറ്റർ. അപ്പോൾ എനിക്ക് ശരിക്കും ബെറ്റർ ആയിട്ടാണ് തോന്നണേ. എനിക്ക് ശരിക്കും ഇത് ഹീലിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടാണ് തോന്നുന്നത്. കാരണം ഞാൻ ക്യാമറയ്ക്ക് മുന്നിലാണെങ്കിലും പിന്നിലാണെങ്കിലും ആൾക്കാരെ കാണുന്നു, അവരോട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയുന്നു. അതായത് ഇത് കൃത്യമായിട്ട് എന്ത് നടന്നു എന്നുള്ളതിനേക്കാളും കൂടുതൽ നിങ്ങൾ എൻ്റെ ഭാഗത്താണോ എന്ന് എനിക്ക് ചോദിക്കാൻ സാധിക്കുന്നു. അപ്പോൾ യഥാർത്ഥമായിട്ട് നമ്മുടെ ഭാഗത്ത് നിൽക്കുന്നവരെ കാണാൻ സാധിക്കുന്നു. അവർ എന്താണ് എന്നോട് പറയുന്നതെന്ന്, ഐ മീൻ ബോഡി ലാംഗ്വേജിലൂടെയും അല്ലാതെയും ഒക്കെ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ